പിന്നെ ആ ഗെയിമിംഗ് സെൻറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് അഫോർഡ് ആവാൻ പറ്റുന്ന ഒരു പാക്കേജ് ഞങ്ങൾ ചൂസ് ചെയ്തു. അതിനകത്ത് 6 ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഒരു അഡൾട്ടിന് $35, കുട്ടികൾക്ക് $23. ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുന്നത് വാക്സ് മ്യൂസിയത്തിലാണ്. അവിടെ ആദ്യം കാണുന്നത് തന്നെ ഡോൺ 2-ൽ ഷാരൂഖ് ഖാൻ്റെ സ്റ്റാച്ചു ഉണ്ട്. പക്ഷേ അത്ര മാച്ചിങ് ഒന്നുമില്ല. പിന്നെ ബ്രാഡ് പിറ്റിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഒരുപാട് ഹോളിവുഡ് വേറെ സ്റ്റാർസിൻ്റെ എല്ലാം സ്റ്റാച്യൂസാണ് വെച്ചിരിക്കുന്നത്. ആദ്യം മിച്ചുവിന് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. പിന്നെ മാർവലിലെ ക്യാരക്ടേഴ്സിനെല്ലാം കണ്ടപ്പോഴത്തേക്കും അവൻ ഹാപ്പി ആയി തുടങ്ങി. അയൺമാനെ കണ്ടു, ക്യാപ്റ്റൻ അമേരിക്കനെ കണ്ടു. അപ്പോൾ അവൻ ഹാപ്പി ആയി. ഇനി അതുപോലത്തെ അവൻ്റെ ഫേവറേറ്റ് സ്റ്റാർസുകളെല്ലാം ഉണ്ടാകും എന്നൊരു വിശ്വാസം വന്നു. പിന്നെ അവൻ ഹാപ്പി ആയിട്ട് അതെല്ലാം ഓരോന്ന് കാണാൻ തുടങ്ങി. ഓരോ മൂവീസിൻ്റെയും ഓരോ TV ഷോസിൻ്റെയും സെറ്റുകൾ പോലെയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ബാബി ഗേളിൻ്റെ സ്റ്റാച്ചുവും പിന്നെ നമ്മുടെ ടെർമിനേറ്ററിൻ്റെ സ്റ്റാച്ചു എല്ലാം കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ചൈൽഡ്ഹുഡാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ കാണുന്ന സിനിമയിലെ ക്യാരക്ടേഴ്സ് ഒന്നും മിച്ചുവിന് മനസ്സിലായില്ല. മെട്രിക് സിനിമയിലെ ക്യാരക്ടർ അവന് മനസ്സിലായില്ലെങ്കിലും സൂപ്പർമാൻ കണ്ടപ്പോൾ അവൻ ഹാപ്പിയായി. പിന്നെ ഒട്ടും സമയം കളയാതെ ബറാക്ക് ഒബാമയുടെയും മിഷേൽ ഒബാമയുടെയും നടുക്കിരുന്ന് ഫോട്ടോ എടുക്കാനും അവൻ മറന്നില്ല. പിന്നെ സൽമാൻ ഖാൻ്റെയും കത്രീന കൈഫിൻ്റെയും സ്റ്റാച്ചു കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. ഒട്ടും മാച്ചിങ് അല്ലാത്ത സ്റ്റാച്ചു അല്ലേ. പിന്നെ നമ്മുടെ ഗോഡ് ഫാദർ മൂവീൻ്റെ സെറ്റ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ടോം ഹാങ്ക്സിൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ചില സ്റ്റാച്ചു എല്ലാം കാണുമ്പോൾ ഏത് സിനിമയിലെ ക്യാരക്ടറാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതെല്ലാം ഇതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. ഇതിൻ്റെ വോയിസ് ഓവർ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ട് ഏതൊക്കെയാണെന്ന് എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയും കിട്ടുന്നില്ല. എന്തായിരുന്നാലും ഈ സംഭവം പൊളിച്ചു, അടിപൊളിയാണ്. നമ്മൾ കൊടുത്ത കാശിന് വേർത്താവുന്നത് തന്നെയാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. വാക്സ് മ്യൂസിയം എനിക്കും ഇച്ചുവിനും മിഹയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ തവണ ഞങ്ങൾ നയാഗ്രയിൽ വന്നപ്പോൾ ഈ ആക്ടിവിറ്റി ഒന്നും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് വേറെ കുറേ ആക്ടിവിറ്റിയാണ് ചൂസ് ചെയ്തത്. പിന്നെ കുറേ എല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കിങ് കോങ്ങിനെ കണ്ടു. കിങ് കോങ്ങിനെ കണ്ടപ്പോഴത്തേക്ക് ഇച്ചു ഭയങ്കര ഹാപ്പി ആയി. കുറേ എക്സൈറ്റഡ് ആയിരുന്നു. അവൻ എപ്പോഴും കിങ് കോങ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ്. അത് കണ്ടപ്പോൾ എക്സൈറ്റഡ് ആയി. അത് കഴിഞ്ഞ് ടെമ്പിൾ റണ്ണിൻ്റെ കുറച്ച് സെറ്റുകളായിരുന്നു. പിന്നെ ജുമാൻജി സിനിമയിൽ നമ്മുടെ റോക്കിൻ്റെ സ്റ്റാച്ചുവും അങ്ങനത്തെ കുറേ ആ സെറ്റ് തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുറേ കുട്ടികളെല്ലാം പോകുന്നുണ്ട്. അവർ ജുമാൻജി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് പോയത്. ഞാൻ വിചാരിച്ചു ജേർണി എന്ന് പറഞ്ഞ സിനിമയിലായിരിക്കും. പിന്നെ ലോർഡ് ഓഫ് ദ റിങ്സിലെ ക്യാരക്ടേഴ്സിന് വെച്ചിട്ടുണ്ട്. പിന്നെ ഹാരി പോട്ടറിലെ ക്യാരക്ടേഴ്സിന് വെച്ചിട്ടുണ്ട്. നല്ല കാണാൻ രസമുണ്ട്. പക്ഷേ ഇച്ചുവിന് പരിചയമുള്ള സിനിമകളൊന്നുമല്ല. കാരണം ഇച്ചു ഒന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഇത് ബ്രേവ് ഹാർട്ടിലെയാണ് തോന്നുന്നത്. കാരണം ഞാൻ ഓർമ്മയില്ല. മെൽ ഗിബ്സൻ്റെ സ്റ്റാച്ചു പോലെ തോന്നുന്നു ബ്രേവ് ഹാർട്ടിലെ. അതായിരിക്കും. കാരണം അതിൻ്റെ ഒന്നും ഞാൻ മൂവിയുടെ പേരും കാര്യങ്ങളും അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതായിട്ട് ഓർക്കുന്നില്ല, കാണുന്നില്ല. ചിലപ്പോൾ അതായിരിക്കണം. ഇത് ഹങ്കർ ഗെയിംസിലെ സ്റ്റാച്യൂസാണ്. അതിൽ നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ക്യാരക്ടർ സൽമാൻ ഖാൻ്റെയും ഷാരൂഖ് ഖാൻ്റെയും ഒക്കെ ആയിരുന്നു വളരെ ഡിഫറെൻ്റായിട്ട് നമുക്ക് തോന്നിയത്. ഹോളിവുഡ് മൂവീസിലെല്ലാം കറക്റ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഡിസ്നി വേൾഡ് മൂവീസിൻ്റെ കുറേ ക്യാരക്ടേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല ഏത് സിനിമയുടെ ക്യാരക്ടേഴ്സ്. അതിനകത്ത് കുറേ ഗെയിമും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അത് ഇച്ചു മിഹയും കൂടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മുഴുവൻ കുട്ടികളുടെ സിനിമയുടെ ക്യാരക്ടേഴ്സുകളായിരുന്നു. ഡിസ്നി വേൾഡിലെ ഒരുപാട് ക്യാരക്ടേഴ്സാണ്. മിക്കി മൗസിന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഡൊണാൾഡ് ഡക്കിനെയും മിക്കി മൗസിന് മാത്രമേ എനിക്ക് അതിനകത്ത് ഓർമ്മയുള്ളൂ. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊന്നും വലിയ പിടിയില്ല. എന്തായിരുന്നാലും ഇച്ചു മിഹയും കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു അതിൻ്റെ കൂടെ ഇരുന്നിട്ട്. ഇച്ചു ആദ്യമായിട്ടാണ് ഒരു വാക്സ് മ്യൂസിയത്തിൽ വരുന്നത്. ഇച്ചു മാത്രമല്ല കേട്ടോ, ഞാനും ആദ്യമായിട്ടാണ് വാക്സ് മ്യൂസിയത്തിൽ വരുന്നതെന്ന് തോന്നുന്നു. കാരണം അവൻ ഒരുപാട് എക്സൈറ്റഡ്. ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിന് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. കുറേ TV ഷോസിനെല്ലാം ഉണ്ട്. ഏതൊക്കെയാണെന്ന് എനിക്കും വലിയ ഓർമ്മകളൊന്നുമില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ക്ലിൻ്റ് ഈസ്റ്റ്വുഡിൻ്റെ ഒരു സ്റ്റാച്ചു കണ്ടു. അത് കഴിഞ്ഞിട്ട് ജെയിംസ് ബോണ്ടിൻ്റെ ഡ്രസ്സിങ് റൂം എന്ന രീതിയിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ഞാനും കുറേ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മുടെയും ചൈൽഡ്ഹുഡ് ഹീറോസ് ആയിരുന്നല്ലോ ഇവരെല്ലാം. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് എല്ലാം എടുത്തു. കുട്ടികളുടെ സെക്ഷനെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തുന്നത് പോപ്പ് സിംഗേഴ്സിൻ്റെ സ്റ്റാച്യൂസ് ഉള്ള സ്ഥലത്താണ്. അവിടെ ഒരുപാട് പോപ്പ് സിംഗേഴ്സിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. നമുക്ക് പരിചയമുള്ളതൊന്നുമില്ല. കെറ്റി പെറിയുടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മൈലി സിറസിൻ്റെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പോപ്പ് സിംഗേഴ്സിൻ്റെ സ്റ്റാച്ചു എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാച്ചു എല്ലാം കാണുമ്പോൾ ഇച്ചു എന്നോട് ചോദിച്ചിരുന്നു ഇതൊക്കെ ആരാണെന്ന്. എനിക്കും വലിയ ഉത്തരങ്ങളൊന്നും ഉണ്ടല്ലോ. എനിക്ക് വലിയ പരിചയമില്ലാത്ത ക്യാരക്ടേഴ്സാണ് ഇവരെല്ലാം. പിന്നെ അവിടെ കണ്ടത് നമ്മുടെ മൈക്കിൾ ജാക്സൻ്റെ ഒരു സ്റ്റാച്ചു ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മൈക്കിൾ ജാക്സൺ എന്തോ നഷ്ടപ്പെട്ടൊരു മുഖഭാവമാണ്. എന്നാലും നല്ല രസമായൊരു കാഴ്ചകളായിരുന്നു എല്ലാം. പിന്നെ കുറേ ഹോളിവുഡ് മൂവീസിൻ്റെ സീനുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ലൊരു ഹൊറർ എഫക്റ്റോടെയാണ്
ചെയ്തേക്കുന്നത്. പിന്നെ ഇതെല്ലാം പല പല ഹൊറർ മൂവീസിൻ്റെ സെറ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒറിജിനാലിറ്റിക്ക് വേണ്ടി കുറച്ച് ഹൊറർ എഫക്റ്റുകളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാർവലിൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഹൊറർ മൂവീസിൻ്റെ സെക്ഷൻ എല്ലാം കഴിഞ്ഞ് ഫൈനലായിട്ട് എത്തുന്ന സെക്ഷനാണ് നമ്മുടെ മാർവലിലെ ക്യാരക്ടേഴ്സിൻ്റെ. ഇവിടെ എത്തിയപ്പോഴാണ് ഇച്ചു ശരിക്കും ഒന്ന് ആക്റ്റീവ് ആയത്. അവൻ്റെ ഫേവററ്റായ എല്ലാ ക്യാരക്ടേഴ്സും അവിടെ ഉണ്ടായിരുന്നു. സൂപ്പർമാൻ ഉണ്ടായിരുന്നു, സ്പൈഡർമാൻ ഉണ്ടായിരുന്നു, അയൺ മാൻ ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ അമേരിക്ക. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ നിന്ന് അവൻ കുറേ ഫോട്ടോസ് എടുത്തു. എന്നോട് ഇതിൻ്റെ വീഡിയോ എന്താ ഇടാത്തേന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നു. ഈ സ്പൈഡർമാനുള്ള സ്റ്റാച്ചു കാണാൻ തന്നെ ഭയങ്കര ഒറിജിനാലിറ്റി ആയിട്ടുണ്ട്. ലീച്ചു അതിന് മുമ്പിൽ കുറേ നേരം നിന്നു. ശരിക്കും സ്പൈഡർമാനോടൊന്ന് കുറേ നേരം നോക്കി നിന്നു. പിന്നെ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു, ഫാമിലി ഗ്രൂപ്പിലെല്ലാം ഇട്ടു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇച്ചു മിഹയും പിന്നെ എല്ലാ സ്റ്റാച്ചുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്തു. ഇച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അവൻ്റെ ഫേവറേറ്റ് ഹീറോസ് എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അയൺമാൻ്റെ സ്റ്റാച്ചു ആയിരുന്നു. അടിപൊളി സ്റ്റാച്ചു അല്ലേ, കാണാൻ എന്തൊരു ഒറിജിനാലിറ്റിയാണ്. അതിൻ്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. ഈ ഒരു സെക്ഷൻ കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാക്സ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളെല്ലാം തീരുന്നു. പിന്നെ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകണം. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ കാഴ്ചകൾ